ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മരിക്കാൻ നിസാൻ എന്ന് പറയുന്ന നിസാൻ്റെ കാർ ഷോറൂമിലാണ്. ഇതെന്ന് പറയുന്ന XV എന്ന് പറയുന്ന വേരിയൻ്റാണ് നിസാൻ മാഗ്നറ്റിൻ്റെ. അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയ നോൺ ടർബോ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് ലുക്ക് വൈസ് നോക്കുമ്പോഴത്തേക്കും ഹണികോം ഡിസൈനസ് ആയിട്ടുള്ള ഫ്രണ്ട് ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് DRLs വരുന്നുണ്ട്, ആരൻ ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് വരുന്നത്. 16 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് കീലെസ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിസാൻ മാഗ്നറ്റിൻ്റെ മിഡ് റേഞ്ച് വേരിയൻ്റാണ് ഇത് വരുന്നത്, XV എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഡ്യുവൽ ടോൺ കളേഴ്സാണ്. ഫെയർ ഗാർഗ്ലറ്റ് റെഡ് എന്നാണ് ഇതിന് പറയുന്നത്. റെഡ് വിത്ത് ഒണിക്സ് ബ്ലാക്ക് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഫങ്ഷണൽ റൂഫ് റൈഡ്സ് വരുന്നുണ്ട്. നിസാൻ മാഗ്നറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് ഇതിന് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. മിറർ കൺട്രോൾസും ചെയ്യാൻ പറ്റും സെക്കൻഡ് വേരിയൻ്റ് തൊട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള കളേഴ്സാണ് ഇതിന് വരുന്നത്. അതായത് മറ്റുള്ള സെഗ്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും മിഡ് റേഞ്ച് ഇത്രയും ഫീച്ചേഴ്സ് ഇതിന് അപ്ഡേറ്റഡ് വരുന്നുണ്ട്. നിസാൻ മാഗ്നറ്റിൻ്റെ സേഫ്റ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് 4 സ്റ്റാർ റേറ്റിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബേസ് മോഡലിലോട്ട് ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് ഈ സേഫ്റ്റിയാണ്. അതായത് ഗ്ലോബൽ NCAPൽ ഔട്ട് ഓഫ് 5 4 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് നിസാൻ മാഗ്നറ്റിൻ്റെ കിട്ടുന്നുണ്ട്. നിസാൻ മാഗ്നറ്റ് നോക്കുവാണെങ്കിൽ ഔട്ട് ഓഫ് 9 കളേഴ്സാണ് ഇതിന് വരുന്നത്. ഏറ്റവും ഫെമിലിയറായിട്ട് കളേഴ്സ് പറയുവാണെങ്കിൽ റെഡ് വിത്ത് ബ്ലാക്ക് ആണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ കാണുന്ന വേരിയൻ്റാണ് റെഡ് വിത്ത് ബ്ലാക്ക്. ഫെയർ ഗാർഗ്ലറ്റ് വിത്ത് ഒണിക്സ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത്. നമുക്ക് നിസാൻ മാഗ്നറ്റിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുമ്പോഴത്തേക്കും 40 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി വരുന്നത്. പെട്രോൾ എഞ്ചിനാണ് നമുക്ക് നിസാൻ മാഗ്നറ്റ് വരുന്നത്. വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2500 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത്ത് വരുമ്പോഴത്തേക്കും 3994 ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ നമുക്ക് 50 kg വരെ ഇതിൽ ഫങ്ഷണൽ റൂഫ് റെയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ള ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി പർപ്പസ് വരുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ വരുന്നുണ്ട്, ടയർ പ്രഷറിംഗ് മോണിറ്ററിംഗ് വരുന്നുണ്ട്. ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ബേസ് മോഡലിലോട്ട് തന്നെ അവൈലബിൾ ആണ് ഫുൾ ഓപ്ഷൻ വരെ.
നമുക്ക് മിഡ് റേഞ്ച് നോക്കിയാലും അതിൽ നമുക്ക് ഇൻറ്റീരിയർ വരുന്നത് കീലെസ് എൻട്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, TFT ആനിമേഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, 8 ഇഞ്ച് ആപ്പിൾ ആൻഡ്രോയിഡ് കണക്ടിവിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട്, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ റിയർ സീറ്റ് നോക്കിയാലും നമുക്കിതിൽ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 60/40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പേസ് നോക്കിയാലും ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും 336 ലിറ്റേഴ്സാണ് ഇതിന് വരുന്നത്. അത് നിസാൻ മാഗ്നൈറ്റിന് ടോട്ടലി വരുമ്പം 336 ലിറ്റർ ബൂട്ട് സ്പേസ് തന്നെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് വെഹിക്കിളിന്. നമുക്കൊരു 5 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാനായിട്ടുള്ള ഒരു ലോങ് ഡ്രൈവിനായാലും സിറ്റി ഡ്രൈവിനായാലും ഒരേ രീതിക്കാണ് ഈ പർപ്പസ് ഈ വെഹിക്കിൾ യൂസ് ആക്കാൻ പറ്റുക. റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളാണ് നിസാൻ മാഗ്നൈറ്റ് തരുന്നത്. നമുക്ക് നിസാൻ മാഗ്നൈറ്റ് നോക്കിയാലും 9 അവാർഡ്സ് വരെ നിസാൻ മാഗ്നൈറ്റിന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡാണ് ബെസ്റ്റ് ഐക്കോണിക് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ്. ആ ഐക്കോണിക് ലുക്കായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ആ ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ളൊരു ലുക്കാണ്. നിസാൻ മാഗ്നൈറ്റിന് നമുക്ക് വരുമ്പോഴത്തേക്കും 16 വേരിയൻറ്റ്സ് നമുക്ക് ടോട്ടൽ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുള്ളതാണ് നിസാൻ മാഗ്നൈറ്റ് EZ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. AMT ആയിട്ടുള്ള വെർഷനാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ. നമുക്ക് മാനുവലിലും ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും.